ഹലോ. അപ്പോൾ എനിക്കിന്നൊരു PSC എക്സാം ഉണ്ടായിരുന്നു കേട്ടോ. പാലക്കാട് കൊടുന്തരപ്പള്ളി ദ എലഗൻ കോളേജ്, അവിടെയായിരുന്നു എനിക്ക് എക്സാം സെൻറ്റർ കിട്ടിയിട്ടുണ്ടായിരുന്നത്. അവിടെ എത്തിക്കഴിഞ്ഞ് എക്സാം തീർന്ന് ഞാൻ അവിടെ നിന്ന് ഇറങ്ങുന്ന വരെ എനിക്ക് വീഡിയോസ് എടുക്കേണ്ട കാര്യം ഓർമ്മയേ ഉണ്ടായിരുന്നില്ല. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി 3:15 എക്സാം കഴിഞ്ഞു. അവിടെ നിന്ന് ഇറങ്ങി നേരെ പോയത് ബ്രിട്ടീഷ് പാലത്തിലേക്കാണ് കേട്ടോ. രാവിലെ തൊട്ട് മഴയുണ്ടായിരുന്നെങ്കിലും ഞങ്ങളവിടെ എത്തിയ സമയത്ത് മഴയൊന്നും ഇല്ലായിരുന്നു. പക്ഷെ നന്നായി മഴ വരുന്നുണ്ടായിരുന്നു. നല്ല ഇരുണ്ട് മൂടിയ അന്തരീക്ഷവും നല്ലോണം ഇരുണ്ട് കയറിയ കാർമേഘങ്ങളും നല്ല തണുത്ത കാറ്റും, അങ്ങനെ മൊത്തം ഒരു മഴ വരുന്ന ലക്ഷണം ഉണ്ടായിരുന്നു. പിന്നെ 2-3 ദിവസമായിട്ട് എല്ലാ നാട്ടിലും പൊതുവെ മഴയാണല്ലോ അല്ലേ. അങ്ങനെ മഴയ്ക്ക് മുൻപുള്ള കുറച്ച് സമയം ഞങ്ങൾ അവിടെ ചിലവഴിച്ചു. ദൂരെ എവിടെയോ പെയ്യുന്ന മഴയുടെ തണുപ്പും നീരും എല്ലാം കൊണ്ടുവരുന്നൊരു കാറ്റും എല്ലാം കൊണ്ടങ്ങനെ നിൽക്കാൻ ഒരു പ്രത്യേക ഫീലായിരുന്നു കേട്ടോ. അവിടുത്തെ പുഴയും ആ ഒരു അറ്റ്മോസ്ഫിയറും ആ കാറ്റും തണുപ്പും എല്ലാം കൂടി ആയപ്പോൾ ഒരു വല്ലാത്ത ഫീലായിരുന്നു. അങ്ങനെ നടക്കുമ്പോൾ ഞാൻ അവിടെ ആ റോഡിന് സൈഡിലായിട്ട് കുറച്ച് എരിക്കൻ പൂവ് കണ്ടു. എരിക്കൻ പൂവെന്നാണ് എനിക്ക് എൻ്റെ നാട്ടിലൊക്കെ ഈ പൂവിന് പറയാം കേട്ടോ. നിങ്ങളുടെ നാട്ടിൽ എന്താ പറയുക എനിക്ക് അറിഞ്ഞുകൂടാ. ഇത് കുറേ ഔഷധ ഗുണങ്ങളൊക്കെ ഉള്ളൊരു സസ്യമാണ്. ഞാൻ പണ്ട് സ്കൂളിലൊക്കെ പോകുന്ന സമയത്ത് റോഡിൻ്റെ 2 സൈഡിലും ധാരാളമായിട്ട് കാണുമായിരുന്നു. അന്ന് ഞങ്ങളെല്ലാവരും ഇങ്ങനെ പൊടിച്ച് കളിക്കാൻ വേണ്ടി മത്സരിക്കാറുണ്ടായിരുന്നു കേട്ടോ. ഇപ്പോഴും അതൊക്കെ കണ്ടപ്പോൾ ഞാൻ ആ പഴയ കാലവും എല്ലാം ഒന്ന് ഓർത്തെടുത്തു. അങ്ങനെ നല്ല മഴയ്ക്കുള്ള കോളുണ്ടെന്ന് തോന്നിയപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി നേരെ പോയത് ഫുഡ് കഴിക്കാനാണ്. പാലക്കാട് തന്നെയുള്ള മാളവിക റെസ്റ്റോറൻറ്റ്. ഒരു പഴയ വീടാണ് കേട്ടോ സംഭവം. നല്ല അറ്റ്മോസ്ഫിയറാണ്. അതിൻ്റെ ഉള്ളിലും ഒരു നടുമുറ്റവും അതിൽ വെള്ളത്തിൽ മീനെല്ലാം വളർത്തുന്നുണ്ട്. മൊത്തത്തിൽ കാണുമ്പോൾ ഒരു നല്ല ഫീലായിരുന്നു. കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഭക്ഷണം എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല, എന്നാലും കുഴപ്പമുണ്ടായിരുന്നില്ല. അങ്ങനെ ഭക്ഷണം കഴിഞ്ഞിറങ്ങിയപ്പോഴേക്ക് ഭയങ്കര മഴയായിരുന്നു. പുറത്തേക്ക് ഇറങ്ങാൻ പറ്റാത്ത മഴയായിരുന്നു. അങ്ങനെ കുറച്ച് സമയം അവിടെ ഞങ്ങളൊന്ന് നിന്നു. ഒന്ന് മഴ കമ്മിയായപ്പോൾ ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പുറപ്പെട്ടു. പക്ഷേ വീണ്ടും ഭയങ്കരമായ മഴ പെയ്തു. റോഡിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്കൊന്നും കാണാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു. അത്രയും വലിയ മഴയായിരുന്നു കേട്ടോ. എന്നാൽ അതൊക്കെ രസമല്ലേ, വല്ലപ്പോഴും അങ്ങനെ ഒരുമിച്ച് ഒരു മഴയത്ത് റൈഡൊക്കെ പോകാൻ. ഞങ്ങളങ്ങനെ പാട്ടൊക്കെ പാടി എൻജോയ് ചെയ്ത് ഒരു രാത്രി 7 മണിയോടൊക്കെ തിരിച്ചെത്തി. അപ്പോൾ അത്രയേ ഉള്ളൂ കേട്ടോ. ബൈ.